എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നാളെ അവസാനിക്കും. അതുപോലെ തന്നെ പുതുതായിട്ട് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്കും നാളെ വരെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ചിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയവർക്കും കിട്ടാത്തവർക്കും അഡ്മിഷൻ നേടിയവർക്കും നേടാത്തവർക്കും വിദ്യാർത്ഥികൾക്ക് നാളെ വരെ അതായത് ജൂൺ 26 വരെ വിദ്യാർത്ഥികളുടെ അപേക്ഷയിൽ എല്ലാ ഡീറ്റെയിൽസും എഡിറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട PD കോട്ട എന്നിവയിലേക്ക് പുതുതായിട്ട് നിങ്ങൾക്ക് ഓപ്ഷനുകൾ സമർപ്പിക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർ പുതുതായിട്ട് അപേക്ഷിക്കുക. ഓൾറെഡി MG യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷ സമർപ്പിച്ച് അഡ്മിഷൻ നേടാത്തവർ നേടിയവർ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ എഡിറ്റുകൾ എന്തെങ്കിലും നിങ്ങളുടെ ഡീറ്റെയിൽസിലോ മറ്റോ എന്തെങ്കിലും എഡിറ്റുകളോ മറ്റോ ചെയ്യേണ്ടവർ എന്നിങ്ങനെയുള്ളവർ വിദ്യാർത്ഥികൾക്ക് ആ ഒരു എഡിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യുന്നതിനും അതുപോലെ സെക്കൻഡ് ലോമിലേക്ക് പരിഗണിക്കുന്നതിനായിട്ട് പുതുതായിട്ട് ഓപ്ഷൻ നൽകുന്നതിനും വിദ്യാർത്ഥികൾക്ക് നാളെ വരെ അതായത് ജൂൺ 26 വരെയാണ് വിദ്യാർത്ഥികൾക്ക് അവസരമുള്ളത്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം വിദ്യാർത്ഥികൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച അതായത് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. എന്നാൽ പ്രവേശനം നേടിയവർക്ക് രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷമുള്ള തുടർ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് അവസരം ഇല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് MG യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നാം അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാത്തവർക്കും ഇതിൽ പങ്കെടുക്കാൻ സാധിക്കും, ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്നുള്ളതും കൃത്യമായിട്ട് MG യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിലവിൽ ഇതുവരെ അപേക്ഷിക്കാത്തവർ പുതുതായിട്ട് അപേക്ഷിക്കുക. ഓൾറെഡി അപേക്ഷ സമർപ്പിച്ചവർ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതിന് വേണ്ടി പുതുതായിട്ട് ഓപ്ഷൻസ് നൽകുക. അതുപോലെ അപേക്ഷയിൽ വല്ല എഡിറ്റുകളോ മറ്റോ ചെയ്യേണ്ടവർ അതിനനുസരിച്ച് എഡിറ്റുകൾ ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ അതുപോലെ അഡ്മിഷൻ നേടാത്തവർ അതുപോലെ തന്നെ വില്ലിനെസ് ആക്സെപ്റ്റ് ചെയ്ത ശേഷം അഡ്മിഷൻ എടുക്കാത്തവർ എന്നിങ്ങനെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രമാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് നിങ്ങൾ പുതുതായിട്ട് ഓപ്ഷൻസ് കൊടുക്കുക. അതുപോലെ ലോഗിൻ ചെയ്ത് എന്തെങ്കിലും എഡിറ്റോ മറ്റോ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് cap.mgu.ac.in/UGPCap2026/ എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുക. ഇതുവരെ അപേക്ഷിക്കാത്തവർ രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്ത് സ്റ്റുഡൻറ്റ് റെഗുലർ അലോട്ട്മെൻറ്റ് 2 എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നേരെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതും നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേഷൻ, പേഴ്സണൽ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഓപ്ഷൻ സെലക്ഷൻ, ഫീ പേയ്മെൻറ്റ്, അപ്ലോഡ് സർട്ടിഫിക്കറ്റ്, ഫൈനൽ സബ്മിഷൻ എന്നിങ്ങനെയുള്ള ഇത്രയും സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ അപേക്ഷ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതുമാണ്. ഇനി അപേക്ഷ നൽകാനുള്ള ഫീസ് എന്ന് പറയുന്നത് 800 രൂപയാണ് ഫീസ് വരിക. അതിൻ്റെ കൂടെ വിദ്യാർത്ഥികൾക്ക് SC/ST വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ 400 രൂപയാണ് ഫീസ് വരിക. ഇനി എങ്ങനെയാണ് സ്വന്തമായിട്ട് അപേക്ഷിക്കേണ്ടത് എന്നുള്ള വിദ്യാർത്ഥികൾക്ക് അത് അറിയില്ല എന്നുണ്ടെങ്കിൽ പ്രോസ്പെക്ടസ് 2026 എന്നുള്ള ആ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് ആ ഒരു PDFിൽ കൃത്യമായിട്ട് എങ്ങനെ അപേക്ഷിക്കണമെന്നുള്ളത് കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് സഹിതം കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മെറിറ്റ് കോട്ടയിലേക്കും കമ്മ്യൂണിറ്റി കോട്ട, PD കോട്ട എന്നിവയിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുത്ത് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഓൾറെഡി അപേക്ഷിച്ച വിദ്യാർത്ഥികൾ ലോഗിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സ്റ്റുഡൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ലോഗിൻ ചെയ്യാനുള്ള പേജിൽ നിങ്ങൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അത് നിങ്ങളുടെ അപേക്ഷ എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പേജിൽ കാണാൻ പറ്റും ക്ലിക്ക് ഹിയർ ടു എഡിറ്റ് യുവർ പേഴ്സണൽ ആൻഡ് അക്കാദമിക് ഡീറ്റെയിൽസ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് എഡിറ്റ് ചെയ്യേണ്ടത് അതൊക്കെ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു പേജിൻ്റെ താഴെ കാണിക്കുന്ന അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്നാം അലോട്ട്മെൻറ്റായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത ഓപ്ഷനുകൾ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കൊടുത്ത ഓപ്ഷൻ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് പരിഗണിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് നിങ്ങൾ വീണ്ടും ആ ഒരു കോളേജ് കോഴ്സുകൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കണം. അപേക്ഷകർ തങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ പുതിയ ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. ഓപ്ഷനുകൾ നിങ്ങളുടെ മുൻഗണനാ ക്രമത്തിൽ പ്രയോറിറ്റിയിൽ അനുസരിച്ച് ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. ഓപ്ഷനുകളിൽ മാറ്റം വരുത്തിയ ശേഷം അപേക്ഷകർ ഓപ്ഷനുകൾ സേവ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ തിരുത്തിയ വിവരങ്ങൾ പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം അപേക്ഷകർ ഫൈനൽ സബ്മിഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും നൽകി നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസും നൽകിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം വിദ്യാർത്ഥികൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. തിരുത്തിയ വിവരങ്ങളുടെയോ ഓപ്ഷനുകളുടെയോ പ്രിൻ്റ് ഔട്ട് സർവ്വശാലയിൽ സമർപ്പിക്കേണ്ടതില്ല. തിരുത്തൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അപേക്ഷകർ നിർബന്ധമായിട്ടും ലോഗൗട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപേക്ഷ നൽകുന്ന ഡീറ്റെയിൽസ് കറക്റ്റ് ആയിരിക്കണം. എന്തെങ്കിലും തെറ്റിയിട്ടുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ കോളേജിൽ അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്ക് തെറ്റായിട്ടുള്ള വിവരങ്ങൾ നൽകി അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ റദ്ദാക്കപ്പെടും. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റാണ് എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ NCC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡൻറ്റ് പോലീസ്, കാഡറ്റ് എന്നിവയ്ക്കുള്ള ബോണസ് മാർക്കുകൾ +1, +2 തലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ പരിഗണിക്കുള്ളൂ. +1, +2 തലത്തിൽ മുമ്പ് നടത്തിയ പ്രവർത്തനങ്ങൾ ഒരു സാഹചര്യം പരിഗണിക്കുന്നതല്ല. അതുപോലെ തന്നെ EWS
വിഭാഗത്തിലെ സംവരണം മുന്നാക്ക വിഭാഗങ്ങളെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഈ ഒരു വിഭാഗത്തിലെ സംവരണം ലഭിക്കുന്നതിനായിട്ട് അപേക്ഷകൻ്റെ വാർഷിക കുടുംബ വരുമാനം 4 ലക്ഷം എന്ന നിശ്ചിത പരിധി കവിയാൻ പാടില്ല. ഇത് ഗവൺമെൻറ് ഓർഡർ പ്രകാരമാണ്. EWS സംവരണം ലഭിക്കുന്നതിന് അപേക്ഷകർ ബന്ധപ്പെട്ട കോളേജിലെ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഓൺലൈൻ റിപ്പോർട്ടിംഗ് സമയത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ വിശദമായി പരിശോധിക്കും. അതുപോലെ തന്നെ പരിശോധനയിൽ എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങളെ അലോട്ട്മെൻറ്റ് നടപടിക്രമത്തിൽ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും. അതിനാൽ ഓൺലൈനായിട്ട് നൽകിയ വിവരങ്ങൾ കൃത്യമാണെന്ന് അപേക്ഷകർ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ 26/6/2026 വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് പൂർത്തീകരിക്കേണ്ടതാണ്. ഡാറ്റ തിരുത്തൽ, ചേർക്കൽ, ഒഴിവാക്കൽ, ഓപ്ഷനുകളുടെ പുനഃക്രമീകരണം എന്നിവയ്ക്കുള്ള സൗകര്യം 26/6/2026 വൈകുന്നേരം 4 മണിവരെ ലഭ്യമായിരിക്കും. പുതിയ രജിസ്ട്രേഷൻ നടത്തുന്നതിനുള്ള സൗകര്യം 26/6/2026 വൈകുന്നേരം 4 മണിവരെ ആയിരിക്കും. എയ്ഡഡ് അൺഎയ്ഡഡ് പ്രോഗ്രാമുകളുടെ ഫീസ് ഘടന വെബ്സൈറ്റിൽ റെഫറൻസ് ആയിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എയ്ഡഡ് കോളേജിലേക്കും കമ്മ്യൂണിറ്റി കോട്ടയിലേക്കും എല്ലാ കോളേജിലേക്കും വിദ്യാർത്ഥികൾക്ക് എല്ലാ കോളേജിലെയും ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള കോട്ടയിലേക്കും വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അതുപോലെ മാനേജ്മെൻറ്റ് കോട്ടയിൽ ഓൾറെഡി അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾക്കും ഇതിന് അപ്ലൈ ചെയ്യാം. അതിനായിട്ട് സെപ്പറേറ്റ് ഒരു മഞ്ഞ കളർ ലോഗിൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അപേക്ഷ പുതുക്കുകയോ അല്ലെങ്കിൽ അപേക്ഷ ഇതുവരെ സമർപ്പിക്കാത്തവർ പുതുതായിട്ട് മെനു ബാർ ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതുതായിട്ട് അപേക്ഷിക്കുകയോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫീസ് സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എയ്ഡഡ് പ്രോഗ്രാമുകളിലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ കോളേജിലെയും ഫീ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് ഇയറിൽ എത്രയാണ്, സെക്കൻഡ് ഇയറിൽ എത്രയാണ് ഫീസ് വരുന്നത്, അതുപോലെ മറ്റ് ഫീസുകൾ എന്തൊക്കെയാണ് വരുന്നത്, ഈ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതുപോലെ തന്നെ ഇനി നമുക്ക് അടുത്തതായിട്ട് അതായത് അൺഎയ്ഡഡ് കോളേജിലെ അൺഎയ്ഡഡ് പ്രോഗ്രാംസിൻ്റെ ഫീസ് നോക്കാം. അത് വന്നിട്ടുണ്ടോ നോക്കാം. ഫീസ് 21,000 ഈ ഒരു BVOC കോഴ്സിന്. അതുപോലെ തന്നെ മറ്റ് കോഴ്സുകൾക്ക് BA കോഴ്സ് അതുപോലെ തന്നെയുള്ള മറ്റ് കോഴ്സുകൾക്ക് എത്രയാണ് ഫീസ് എന്നൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വാർഷിക ഫീസായിരിക്കും ഇത്. അപ്പോൾ വിദ്യാർത്ഥികൾ അതായത് റിവൈസ്ഡ് ഫീ പെർ സെമസ്റ്റർ എന്ന് വെച്ചാൽ വർഷത്തിലുള്ള ഫീസല്ല, 6 മാസം കൂടുമ്പോൾ വരുന്ന ഫീസാണ്. അപ്പോൾ ഈ ഒരു 6 മാസം കൂടുമ്പോൾ നിങ്ങൾ ഈ ഒരു പൈസ നിങ്ങൾ അടക്കണം. ഇപ്പോൾ BCom ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 10,080 രൂപയാണ് സെമസ്റ്റർ ഫീസ് വരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് സെൽഫ് ഫിനാൻസ് വരുന്ന ഫീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചില കോഴ്സിന് 1 to 6 സെമസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 6 സെമസ്റ്ററും ഇതേ രീതിയിലാണ് ഫീസ് വരുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്രയാണ് ഫീസും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ പുതുതായിട്ട് അപേക്ഷിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.